കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിവരിക്കുകയുണ്ടായി. ധാരാളം വ്യക്തികൾ ഇംഗ്ലണ്ടിൽ നിന്നും യൂറോപ്പിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും അയർലൻഡിൽ നിന്നും അതുപോലെ തന്നെ ഭാരതത്തിന്റെ പൈതൃകത്തെ അസാധാരണമാം വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത്, അഭിനന്ദിക്കുന്നത്, ആ ഭാരതത്തിന്റെ അറിവിനെ പുകഴ്ത്തുന്നത്, ലോകമെമ്പാടും അറിയിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്, ഭാരതമാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും മറ്റും ശാസ്ത്രത്തിന്റെ പോലും വെളിച്ചം പകർന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വിവരിക്കേണ്ടായി ഹണി ഡ്രോപ്സിൽ. പക്ഷെ ഒരു വ്യക്തി എഴുതുകയുണ്ടായി, ഈ നോബൽ സമ്മാനം കിട്ടിയ ചില ശാസ്ത്രജ്ഞന്മാർ, ഒന്ന് രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ പേര് ഞാൻ എഴുതിയപ്പോഴത്തേക്കും ആ ശാസ്ത്രജ്ഞനെ പറഞ്ഞതിൻ്റെ ചുവട്ടിലാണ് ഒരു വ്യക്തി കമന്റ് എഴുതിയത്. അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രജ്ഞൻ പിന്നീട് ഭാരതത്തിന്റെ പൈതൃകത്തെക്കുറിച്ച് അഗാധമായിട്ട് പുകഴ്ത്താൻ തുടങ്ങിയപ്പോൾ ഭാരതീയ ശാസ്ത്ര പാരമ്പര്യത്തെക്കുറിച്ചും യൂറോപ്യൻ ശാസ്ത്ര ചിന്താധാരയുടെ ആധാരം ഭാരതത്തിൽ നിന്നാണ് എന്നുള്ളതെല്ലാം പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അമേരിക്കയിലെയും യൂറോപ്പിലെയും ശാസ്ത്രജ്ഞന്മാര് ഈ പർട്ടിക്കുലർ ശാസ്ത്രജ്ഞനെ സ്വീകരിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി, അവരെ തിരസ്കരിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, സയൻസ് എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ നിന്നും മതത്തിൽ നിന്നും വളരെ ഭിന്നവും ഓപ്പോസിറ്റുമാണ് എന്നൊരു ധാരണ യൂറോപ്പ്, അമേരിക്ക, ഇംഗ്ലണ്ടിലെ അനവധി കാലം മുതൽക്കുണ്ടായിരുന്നു. സയൻസ് യഥാർത്ഥത്തിൽ മതത്തിനെതിരാണ്, ആത്മീയതക്കെതിരാണ് എന്നുള്ളത് യൂറോപ്പിൽ നിറഞ്ഞു നിന്നിരുന്ന, അമേരിക്കയിലും ഇംഗ്ലണ്ടിലും നിറഞ്ഞു നിന്നിരുന്ന ഒരു ധാരണയാണ്. ധാരാളം വ്യക്തികളെ ഈ ബൈബിളിനെതിരെ ശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ പറഞ്ഞു എന്നുള്ള പേരിൽ ചുട്ടു കൊന്നിട്ടുണ്ട്, തലയറുത്ത് കൊന്നിട്ടുണ്ട്, ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് ബൈബിളിനെതിരെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ശാസ്ത്രജ്ഞന്മാര് ഒരു കാരണവശാലും ആത്മീയതയിലേക്കോ മതത്തിലേക്കോ പോകരുത് എന്നൊരു വീക്ഷണം പലപ്പോഴും പാശ്ചാത്യ രാജ്യത്തുണ്ടായിരുന്നു. ജെ.സി. ബോസ് ചെടികളിലുള്ള സ്റ്റിമുലസും ചെടികൾക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞതും ചെടികൾ പ്രതികരിക്കുന്നു എന്ന് പറയുന്നതും ചെടികൾ മരിക്കുന്നു എന്നുള്ളതെല്ലാം സ്കോപ്പ് വഴിക്ക് വിവരിച്ചപ്പോഴത്തേക്കും പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാരെല്ലാം ജെ.സി. ബോസിനോട് പറഞ്ഞത്, നിങ്ങൾ സയൻസിൽ നിലനിൽക്കൂ, നിങ്ങൾ സയൻസിൽ പ്രവർത്തിക്കൂ, നിങ്ങൾ സയൻസിന്റെ കാര്യം നോക്കൂ, അതിനിടയ്ക്ക് ആത്മീയതയും മതവും ചേർക്കല്ലേ. ആത്മീയതയും മതവും നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശാസ്ത്രത്തിന് വിലയില്ലാതെയാകും. അതാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് അവര്. യഥാർത്ഥത്തിൽ നമ്മുടെ ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര ഫിസിക്സ്, തിയറട്ടിക്കൽ ഫിസിക്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴും കുറേയധികം ശാസ്ത്രജ്ഞന്മാർക്ക് അതിനോട് യോജിക്കാൻ പറ്റാതെ വന്നു. രാമാനുജൻ മാത്തമാറ്റിക്സിന്റെ ക്ലൈമാക്സിൽ എത്തിയപ്പോഴും അദ്ദേഹം ഒരു നല്ല വേദം ആലപിക്കുന്ന ഒരു വ്യക്തിയും കാര്യമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയും പൈതൃകത്തിലും ആത്മീയതയിലും നിലനിൽക്കുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മാത്തമാറ്റീഷ്യനായിട്ട് അംഗീകരിക്കാൻ പോലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എപ്പോഴാണോ നോബൽ സമ്മാനം കിട്ടിയ വ്യക്തികൾ അല്ലെങ്കിൽ ലോകപ്രസിദ്ധരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാര്, പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാര്, അവര് ആത്മീയതയിലേക്ക്, അത് ഭാരതീയ ആത്മീയതയാണെങ്കിലും മറ്റേത് ആത്മീയതയാണെങ്കിലും അവരുടെ ദൃഷ്ടിയിൽ ആത്മീയത വേറെ മതം വേറെ എന്നില്ല, അവർക്ക് മതമേ ഉള്ളൂ. ആ മതത്തിലേക്ക് കടന്നാൽ തീർച്ചയായിട്ടും ഇവരുടെ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ റിസർച്ചിന്റെ വാല്യൂ ഇല്ലാതെയാകും. അവരെ ഒരു ബ്ലാക്ക് മാജിക് ചെയ്യുന്ന വ്യക്തിയായിട്ടും ഒരു ഫിലോസഫറായിട്ടും ഒരു സ്പിരിച്വൽ സ്ലേവ് ആയിട്ടും എല്ലാമാണ് കണക്കാക്കാറുള്ളത്. അതുകൊണ്ട് ഭാരതീയ പൈതൃകത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാര്, നോബൽ സമ്മാനം കിട്ടിയവരാണെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർമാരാണെങ്കിലും അതിപ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതരാണെങ്കിലും എപ്പോഴാണോ അവർ ആത്മീയതയിലേക്ക് കടക്കുന്നത് അപ്പോ മറ്റ് ശാസ്ത്രജ്ഞന്മാർ അവരെ എതിർക്കാൻ തുടങ്ങി. ഇത് സ്വാഭാവികമായിട്ടും ഡോക്ടർ C.V. രാമനും സംഭവിച്ചിട്ടുണ്ട്, അനവധി പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഏത് നിമിഷമാണോ അവർ സയൻസ് എന്ന് പറയുന്ന വെസ്റ്റേൺ കൺസെപ്റ്റിൽ നിന്ന് കോൺഷ്യസ്നെസ്, അവയർനെസ്, സ്പിരിച്വാലിറ്റി, ബ്രഹ്മം, സോൾ, ഹെവൻ എന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്, അപ്പോൾ അവർ നോൺ സയന്റിഫിക് ആയിട്ട് അങ്ങോട്ട് ഡിക്ലെയർ ചെയ്യാം. നമ്മുടെ ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര കുറേ പുസ്തകങ്ങൾ എഴുതി. ആ പുസ്തകത്തിലൊക്കെ ഭാരതീയമായിട്ട് സെൽഫ് അവയർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് അമിത് ഗോസ്വാമിയും മാഗി ഗോസ്വാമിയും എഴുതിയ പുസ്തകം വളരെ ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദീപക് ചോപ്രയുടെ അനവധി പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം ഒരു പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടറാണ്. പക്ഷെ ഭാരതത്തിന്റെ ആത്മീയത കലർത്തിയപ്പോൾ അദ്ദേഹം ഒരു സ്പിരിച്വൽ മാനായിട്ട് തീർന്നു.
അതുകൊണ്ട് ശരിക്കും നല്ല പ്രഗത്ഭരായിട്ടുള്ള സയന്റിസ്റ്റുമാർ എപ്പോഴാണോ ആത്മീയത, മതം, ഭാരതീയ ചിന്താധാരകളിലേക്ക് വരുന്നത്, ഒരു വിഭാഗം അവരെ എതിർക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് അവരുടെ ചിന്താധാരയുടെ ഭാഗമാണ്. ഭാരതത്തിൽ അങ്ങനെയല്ല. So one of the persons who commented in the YouTube when I was giving the honey drops message about India, he wrote that this person who was appreciating Indian spirituality, Indian Vedanta, Indian Upanishad, that fellow got the Nobel Prize for his quantum physics. Later on, when he started talking about meditation, when he started talking about the cosmic form of the divinity and awareness and consciousness and Vedanta, etc., the Western scientists just discarded him, gave him up. They never bothered to consider him as the scientist. This is very common, because in the West always the religion and the science went opposite to each other, and in India it is not the religion, in India it is the spirituality. For the Westerners, spirituality and religion are almost the same. They do not think that when the spirituality is different from religion, religion is different from spirituality. If a religion following scientist means he is not a scientist at all. So if a scientist, after getting the Nobel Prize or getting the meritorious position as a great scientist, you started talking about Upanishad, started talking about Vedas, started talking about Vedanta, and started talking about the soul, awareness and consciousness and so on. And when he starts connecting these Vedanta and Upanishad with the quantum physics or the science, naturally the people who think that science and religion are in the opposite poles, they will denigrate, they will oppose, and they will say this fellow is not at all scientist, because the science always according to them is the north pole and the spirituality, religion in the south pole. So in India, religion and spirituality are different. Spirituality is an entirely different phenomenon when compared to religion. So the Western scientists who are experts in many physics phenomena start talking about Indian culture, Indian value, Indian Upanishad, Indian Vedanta, Indian awareness and Indian consciousness and Indian Mahavakya and Bhagavad Gita, then naturally the so-called pure Western scientist will be denigrating this quantum physicist or the real scientist according to their definition. So some people are discarding, some people are dishonoring, some people are rejecting the real scientist who might have got Nobel Prize or something like that, thinking that he is drifting to spirituality, means he is drifting to religion. The moment a scientist starts drifting towards religion, the Western people start not respecting him. Instead of respecting, they start not respecting them. But in the 21st century, the things are changing. Even Albert Einstein always used to tell that science without religion is blind and religion without science is lame. According to Indian concept, that can be reinterpreted as science without spirituality is blind and spirituality without science is lame. Nahi jnanena sadrisham pavitram iha vidyate. The purest form of knowledge means philosophy and jnana. Jnanam vijnana sahidam yajnatva mukhyate ashubhat. Even the spirituality should be analyzed with the support of science. That is what Lord Krishna said in Bhagavad Gita, 13th chapter, first line. So remember that in India, science and spirituality never went opposite to each other. They were complementing to each other. That we should always remember. But in the West, when a pure scientist is drifting towards religion or drifting towards spirituality, naturally the other pure scientist, other pure Western scientists may be opposing it. It is nothing against their culture. But we don't bother whether he is approving our culture, our values, our Upanishad, our Vedanta, our Advaita. We don't bother. I am just informing you how they started appreciating, understanding Indian culture. My aim is to inform you the glory of Indian culture, Indian value, how the Western scientists appreciated it and carrying it. Thank you very much.